ഞാൻ കാട്ടാക്കട പഞ്ചായത്തിലെ ആമച്ചൽ വാർഡിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇവിടെ സ്വപ്നതുല്യമായ വികസനത്തിനെക്കുറിച്ച്, ഉദ്ഘാടന മഹാമഹത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ അമ്പലത്തിൻകാല എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം ഉദ്ഘാടനം നടത്തി. അത് നമ്മളെ MLA-യുടെ സ്വന്തം പ്രദേശമാണ്. അവിടെ 3 പ്രാവശ്യമാണ് ഉദ്ഘാടനം നടത്തിയത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് 3 പ്രാവശ്യം ഉദ്ഘാടനം നടത്തി. ഓരോ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഓരോ ഉദ്ഘാടനം. കഴിഞ്ഞ ഇലക്ഷന്, നിയമസഭാ ഇലക്ഷൻ ഒരു ഉദ്ഘാടനം, അടുത്ത MP ഇലക്ഷൻ ഒരു ഉദ്ഘാടനം, ഇപ്പം വന്നപ്പോഴത്തേക്കും അടുത്ത് വീണ്ടും എവിടെയെങ്കിലും കുറച്ചൊരു പരിപാടി നടത്തും, എന്നിട്ട് ഉടനെ ഒരു ഉദ്ഘാടനം. അതുപോലെ ആമച്ചിലൊരു നീർത്തട പദ്ധതിയുണ്ട്. 1,38,00,000 വികസനമൊക്കെയാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഈ 1,38,00,000 ഏത് വഴിക്ക് ഒലിച്ചു പോയെന്നൊന്നും ഞങ്ങൾക്കറിയാൻ വയ്യ. ഞങ്ങളവിടുത്തെ കുളമായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ ബാക്കി പദ്ധതികളും നടപ്പായിട്ടില്ല. അവിടെ ഒരു വലിയൊരു ഏലയാണ്. ആ ഇലയിൽ ഒരു കൃഷിയും നടന്നിട്ടില്ല. അപ്പോൾ സ്വപ്നതുല്യമായ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ വന്നാൽ കാണാം. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ പ്രകാരം നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതികളല്ലാതെ മറ്റ് പദ്ധതികളൊന്നും ഒരിടവും നടന്നിട്ടില്ല. അതും ഇവരുടെ സ്വജനപക്ഷപാതപരമായിട്ടുള്ള ഇതുകൊണ്ട് പലർക്കും കിട്ടിയിട്ടുമില്ല. ഇപ്പോഴും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായ പലതും ഇപ്പോഴും ഇഴയുകയാണ്. അത് ഞങ്ങൾ വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും കുടിവെള്ളം ഞങ്ങളാണ് എത്തിക്കുന്നത്. അപ്പോൾ സ്വപ്നതുല്യമായ പദ്ധതി വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അതിൽ എല്ലാവർക്കും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അപ്പോൾ എന്തായാലും കാട്ടാക്കട ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇത്തവണ കാട്ടാക്കടയിൽ BJP MLA വരുമെന്നുള്ളത് ഞങ്ങൾക്കാർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ പ്രഷീദേ, ഈ സ്വപ്നതുല്യമായ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ എരുത്താവൂർ ചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പം നടപ്പിലാക്കിയ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇടതുമുന്നണി സർക്കാരാണ് കാട്ടാക്കടയുടെ സമഗ്ര വികസനത്തിനായി ഈ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ. കൂടുതലൊന്നും പറയണമെന്നില്ല, ഒരു 2-3 പദ്ധതികൾ. ഈ പണ്ട് 1986 ഇറങ്ങിയൊരു സിനിമയുണ്ട്, ദേശാടനക്കിളി കരയാറില്ല എന്നാണ്. മോഹൻലാലാണ് നായകൻ. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാട്ടാക്കടയിലെത്തുന്ന ദേശാടനക്കിളി ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോകാറുള്ളത്. അത് ചരിത്രമാണ്. ആ ചരിത്രം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ എൻ്റെ സഹോദരി സന്ധ്യയ്ക്ക് യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് മലയൻകീഴ് വഴി പോകുമ്പോൾ അവിടെ BJP-യുടെ ഒരു നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട്. ആ സമരം നടക്കുമ്പോൾ ആ മലയൻകീഴ് നിന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, കാട്ടാക്കടയിൽ എവിടെയാണ് വികസനം, ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന 1-2 പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഞാനും അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ 8 കോടി രൂപ മുടക്കി മലയൻകീഴ് ഗവൺമെൻറ് സ്കൂൾ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ താഴെ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് കാട്ടാക്കടയുടെ വികസനം? ഇവിടെ കുളത്തുമ്മൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ച് നിർമ്മിച്ച 8,40,00,000 രൂപ ചെലവഴിച്ച പുതിയ കെട്ടിടം ആർക്കും കാണാം. അതുപോലെ പ്ലാവൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഈ നേരത്തെ സംസാരിച്ച സഹോദരി സന്ധ്യ പഠിച്ചിരുന്ന 4 കാലുള്ള ഓലപ്പുരയുള്ള പള്ളിക്കൂടമല്ല ഇന്ന്. അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യം, പുതിയ ബഹുനില മന്ദിരം, അതോടൊപ്പം പുതിയ കളിസ്ഥലം. ഇത് സന്ധ്യ അതുവഴി നടന്നു വരുമ്പോൾ ഇത് തിരിച്ചു പോകുമ്പോഴെങ്കിലും ഒന്ന് നോക്കിയാൽ ആ വികസനം കാണാം. അല്ല പ്രഷീദ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം ഈ കെട്ടിടമാണോ വികസനത്തിന്റെ മാനദണ്ഡം? അത് പറയട്ടെ. മറ്റൊന്നല്ല, ഇത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എവിടെയാണ് എന്ന് ചോദിച്ചു. എരുത്താവൂർ ചന്ദ്രൻജി അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്കായിരിക്കും കണ്ടല സ്കൂൾ കണ്ടിട്ടുണ്ടാവുക. 3.5 കോടി രൂപ ചെലവഴിച്ച കെട്ടിടവും അതിൻ്റെ ആ കാര്യങ്ങൾ ഒന്ന് കണ്ടില്ലെങ്കിൽ തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഊരുട്ടമ്പലം അദ്ദേഹം സ്ഥിരമായിരിക്കുന്ന സ്ഥലമാണ്. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ 4,35,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു. മാത്രമല്ല
അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെയും പേര് നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, ഈ സർക്കാരാണ്. ഇതുപോലെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വിനിയോഗിച്ചത്. മറ്റൊന്ന്, അല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നത്? നമ്മുടെ കുട്ടികൾ എന്തിനാ വിദേശത്തേക്ക് പോകുന്നത്? വിദേശത്തുള്ള കുട്ടികൾ ഇവിടെ പഠിക്കാറുണ്ട്. അവർക്ക് അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോകാറുണ്ട്. ഈ കേരളത്തിൽ വന്ന് പഠിക്കുന്ന എത്ര ഉത്തരേന്ത്യൻ, യുപിയിലെയും ബീഹാറിലെയും മധ്യപ്രദേശിലെയും, ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ സർക്കാർ കോളേജുകളില് ഈ കോഴ്സിന് ആളുകളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക, ഈ കുട്ടികളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക അവിടുത്തെ കുട്ടികള് ഇവിടെ തിരുവനന്തപുരത്തെ കോളേജുകൾ പഠിക്കുന്നുണ്ടെന്നേ, മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പൊറോട്ട അടിക്കാൻ വരുന്നുണ്ട്. കുട്ടികൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച്, അതെ, ജാർഖണ്ഡിലെയും ഒറീസയിലെയും ബീഹാറിലെയും ആളുകൾ ഇവിടെ പൊറോട്ട അടിക്കാൻ വരുന്നുണ്ട്. ബിജെപിയും യുപിന്ന് ഇവിടുത്തെ കോളേജുകളിൽ പഠിക്കാൻ വന്നതായിട്ട് എനിക്കറിവില്ല കേട്ടോ. ഉത്തർപ്രദേശിൽ നിന്ന് തിരുവനന്തപുരത്തെ കോളേജിൽ പഠിക്കാൻ യുപിയിൽ നിന്ന് കുട്ടികൾ വന്നത് ഒരു പുതിയ അറിവാണ്. താങ്കളൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം. എന്താണ് സംശയം? എന്റെ കൂടെ വന്ന മെഡിക്കൽ കോളേജിൽ ഞാൻ കാണിച്ചു. എത്ര കുട്ടികളുണ്ട്? ഞാൻ എണ്ണ എടുത്തിട്ടില്ല. താങ്കൾ നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ എണ്ണ എടുത്തിട്ട് വരുമായിരുന്നു. ശരി. പിന്നെ ഇവിടെ ജലസമൃദ്ധിയെ കുറിച്ച് പറഞ്ഞപ്പോ, ജലസമൃദ്ധി ഉഡായിപ്പ് എന്നാണ് കോൺഗ്രസ്. അതുപോലെ മറ്റൊരാൾ പറഞ്ഞത് ജലസമൃദ്ധി എന്ന് പറഞ്ഞത് എന്താ, കുഴികൾ കാണാനില്ല എന്ന്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും നല്ല ജലസംരക്ഷണ മാതൃക എന്ന് പ്രഖ്യാപിച്ചത് ഈ ജലസമൃദ്ധി പദ്ധതിയാണ്. ആ ജലസമൃദ്ധി പദ്ധതിയെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതുമായി സഹകരിച്ച ഈ നാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും അപമാനിക്കുന്ന തുല്യമാണ്. നമ്മുടെ നാടിന്റെ ജലസമ്പത്തിനെ സംരക്ഷിക്കാൻ നടത്തിയ ഒരു ധീരമായ പ്രവർത്തനം, ആ പദ്ധതിയുടെ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ്. ഇപ്പൊ വന്ന ഒരു ബ്ലോക്ക് മെമ്പർ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാർഡില് എവിടെയോ ജലദൗർലഭ്യം ഉണ്ട് എന്ന്. അദ്ദേഹം ഈ മൈക്കിന് മുമ്പിൽ വന്ന് ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ട് പോകരുത്. എവിടെയാണ് എന്തെങ്കിലും വ്യക്തമാക്കി തന്നാൽ ഞാൻ കൂടെ വന്ന് നോക്കാം നാളെ. അങ്ങനെ അവിടെ ഒരു വിഷയം ഉണ്ടോ എന്ന് അറിയണമല്ലോ. ചുമ്മാ എന്തെങ്കിലും വിളിച്ചിട്ട് പോകരുത് എന്ന് വിളിച്ചു പറഞ്ഞിട്ട്. കുടിവെള്ളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് എല്ലായിടങ്ങളിലും, എല്ലായിടത്തും. ഇന്നേ വരെ ടാങ്കറിൽ വെള്ളം അടിക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ 10 വർഷക്കാലം. ഉണ്ടെങ്കിൽ പറയട്ടെ. ഒരു സ്ഥലത്തുമില്ല. പിന്നെ ഇല്ല. പിന്നെ ഈ സർവേയില്, ഭൂഗർഭ ജലനിരപ്പിന്റെ സർവേയില് ഈ കാട്ടാക്കട മണ്ഡലത്തിൽ ജലസ്രോതസ് ഉയർന്നതിനെ പറ്റി ആധികാരികമായ രേഖകൾ തന്നെയുണ്ട്. മാന്യ പ്രകൃതി, UDFന്റെ പ്രകൃതി അതൊക്കെ എടുത്തു പഠിച്ചിട്ട് വന്നാൽ എന്താണ് ജലസംരക്ഷണം, എന്താണ് ജലസമൃദ്ധി എന്ന് പറയാൻ പറ്റും. അതുപോലെ ഒപ്പം പദ്ധതി, ഈ നാട്ടിലെ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മാത്രമല്ല അവർക്ക് വിവിധ വായ്പകൾ സംഘടിപ്പിച്ച് ജീവനോപാധികൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സ്വയം തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അതിനെ വേർക്കും ഒരു ചുരുക്കി കാണുന്ന, അതായത് സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചു എന്നുള്ള നിലയിലേക്ക് പറയുന്ന അത് ശരിയല്ല. മറ്റൊന്ന് കാർബൺ ന്യൂട്രൽ കാട്ടാക്കട. കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യം ഒന്നും പറയണ്ട. ഇവിടുത്തെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതല്ലേ. മന്ത്രിയുടെ ഭാര്യ പരാതി കൊടുത്തിട്ട് പോലീസ് നടപടി എടുത്തോ? പരാതി കൊടുത്തോ? മന്ത്രിയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞില്ലേ? മന്ത്രിയുടെ ഭാര്യയല്ലേ വിളിച്ചു പറഞ്ഞു? മറുപടി പറയാ. പരാതി പറഞ്ഞു, പരാതി കൊടുത്തു. പരാതി കൊടുത്തോണ്ടല്ലേ പോലീസ് വന്നത്? പരാതി കൊടുത്തോണ്ടല്ലേ പോലീസ് വന്നത്? പരാതി കൊടുത്തോണ്ടല്ലേ പോലീസ് വന്നത്? പരാതി പിന്നെ പോലീസിന് വിളിച്ചു പറഞ്ഞോണ്ടല്ലേ പോലീസ് സ്ഥലത്തെത്തിയത്? പിങ്ക് പോലീസ് വന്നല്ലോ. പിങ്ക് പോലീസ് പിന്നെ എന്തിനാ വന്നത്? പരാതി കൊടുത്തത് കൊണ്ടാണ് പോലീസും അഞ്ചൽ പോലീസും പിങ്ക് പോലീസും അവിടെ വന്നത്. പരാതി കൊടുത്തോ. പിന്നെ കാഴ്ച കാണാനാണോ? മന്ത്രിയുടെ പെർഫോമൻസ് നോക്കാനാണോ വന്നത്? പോലീസ് പിന്നെ എന്തിനാ വന്നത്? മന്ത്രിയുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് പരാതിയില്ല.
പോലീസ് എന്തിനാ വന്നത്? കൺട്രോൾ റൂമിൽ ഞാൻ ചോദിച്ചത് പരാതി കൊടുത്തിട്ടുണ്ടോ? അതല്ലേ പരാതി. ഒരു ഉത്തരവാദിത്വം. അതല്ലേ പരാതി. മന്ത്രിയുടെ ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. മന്ത്രിയുടെ ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു പ്രശീതി കേരളത്തിലല്ല. ഞാൻ ഈ കേരളത്തിലാണ്. അവതാരകനായ താങ്കൾ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നു പരാതി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞതിനാ. പിന്നെ എന്തിനാ വിളിച്ചു പറഞ്ഞതാ? അവര് മാധ്യമങ്ങളോട് പറഞ്ഞതാ. മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തെ മന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞത് ഞാനോ പ്രഷീദോ അല്ല, അല്ലെങ്കിൽ എരുത്താവൂർ ചന്ദ്രനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അനുഷ്മയോ അല്ല. കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മന്ത്രിയെ കണ്ടു എന്ന് 112 വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരാതിയല്ലേ അത്? പരാതി അവർ തന്നെ പറഞ്ഞു. എനിക്ക് പരാതിയില്ല, കേസെടുക്കണ്ട. ആര് പറഞ്ഞു പരാതി? പറഞ്ഞില്ലേ? ആര് പറഞ്ഞു പരാതി? പറഞ്ഞില്ലേ? ആര് പറഞ്ഞു പരാതി? അതൊക്കെ പിന്നെ കോംപ്രമൈസ് ചെയ്തതാണ് എന്റെ പ്രഷീദ്. അതൊന്ന് ഞാൻ പ്രഷീദിനോട് ഞാൻ ചോദിച്ചത്, കാട്ടാക്കട മണ്ഡലത്തിൽ അനുഭവവേദ്യമായ വോട്ടർമാർക്ക് അനുഭവവേദ്യമായ 3 വികസന പദ്ധതികളെ കുറിച്ച് ചോദിച്ചപ്പോ താങ്കൾ 3 സ്കൂളിൽ കെട്ടിടം നിർമ്മിച്ച കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കെട്ടിടം നിർമ്മിച്ച കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ കെട്ടിട നിർമ്മാണം, അതാണ് ഞാൻ ചോദിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നതാണോ വികസനത്തിന്റെ മാനദണ്ഡം? എന്നാ പറ. കാട്ടാക്കടയിൽ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് ഈ 10 വർഷക്കാലത്തിനിടയിൽ ഡോക്ടർമാരുണ്ടോ? ഉണ്ടല്ലോ. എത്ര ഡോക്ടർമാരുണ്ട്? നിങ്ങൾ ഈ ആശുപത്രിയിലെ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗല്ലേ? കാട്ടാക്കട ആശുപത്രിയിൽ എത്ര ഡോക്ടർമാരുണ്ടെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്? കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ പീഡിയാട്രീഷ്യൻ മുതൽ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഡോക്ടർമാരുണ്ട്. ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെ ആരംഭിച്ചു കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ. നല്ല കാര്യം. നല്ല കാര്യം. ഉണ്ടെന്താ സംശയം? നല്ല കാര്യം. നിങ്ങൾക്ക് പിടിക്കാത്തെന്താ? നല്ല പറഞ്ഞത് ഞാൻ അഭിനന്ദിക്കല്ലേ. ഇദ്ദേഹം പറഞ്ഞു ഇവിടെ മേൽപ്പാലം എന്നുള്ള അജണ്ടയിൽ ഇല്ല. പിന്നെ മേൽപ്പാലം ഇല്ല. കാട്ടാക്കട ഫ്ലൈഓവർ ഇല്ലേ? ഇല്ല. കാട്ടാക്കട നഗര വികസനം എന്നല്ല, ഫ്ലൈ ഓവർ അല്ല. അത് തെറ്റിദ്ധരിക്കാണ്. ഇവിടെ ആദ്യം ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ അതിനെതിരെ നിന്നു. അപ്പൊ മേൽപ്പാലം എന്നുള്ള രീതിയിലും റിംഗ് റോഡ് എന്നുള്ള രീതിയിലും ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ അത് അവർക്ക് തടസ്സമാകും, വ്യാപാരികൾക്ക് അവരുടെ കച്ചവടത്തിന് നഷ്ടമാകുമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടിയുള്ള തുക കൈമാറി. അതിനുവേണ്ടിയുള്ള രണ്ടുപേർക്ക് ആ വേദിയിൽ വെച്ച് കൈമാറി. ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകൾ നിങ്ങൾ പറയൂ. BJPയുടെ നേതാക്കൾക്ക് അഭിപ്രായമുണ്ടോ കാട്ടാക്കടയിൽ വികസനത്തിന് മേൽപ്പാലമാണ് വേണ്ടത് എങ്കിൽ ഇവിടെ പറയട്ടെ? അല്ല പിന്നെ എന്തിനാ മേൽപ്പാലം എന്നുള്ള ഒരു വാഗ്ദാനം എന്തിനാ മുന്നോട്ട് വെച്ചത്? വ്യാപാരി വ്യവസായികൾ പോലും നേരെ അറിഞ്ഞിട്ടില്ല. ഹലോ സന്തോഷ്, കാട്ടാക്കടയിലെ വ്യാപാരി വ്യവസായികളെ വെള്ളം കൂടി മുട്ടിക്കുന്ന നിലയിൽ ഇവിടെ മേൽപ്പാലമാണ് വേണ്ടത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ വേദിയിൽ നിങ്ങൾക്ക് പറയാൻ വാഗ്ദാനം പിന്നെ എന്തിനാ മുന്നോട്ട് വെച്ചത്? മേൽപ്പാലം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം എന്തിനാ മുന്നോട്ട് വെച്ചത്? വാഗ്ദാനം വെച്ചില്ല. പിന്നെ പല ഓപ്ഷനുകൾ എങ്കിൽ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇതേപോലത്തെ സമയത്ത് ഈ നമ്മുടെ പാർട്ടി ഓഫീസ് തുടങ്ങുന്ന ആ സ്ഥലത്തിന് മുമ്പായി 2 വാഹനങ്ങൾ മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് 4 ദിവസം കിടന്നു. മേൽപ്പാലം പണിയാൻ വേണ്ടിയിട്ട് ആരെ പറ്റിക്കാനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങൾ തോന്നുമ്പോ ഇതുപോലെ വികസനം വരുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന പദ്ധതികളാവണം. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഇവിടെ മേൽപ്പാലം വന്നാൽ അവരുടെ കച്ചവടത്തെ ബാധിക്കും. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് അത് ചോദ്യം ബിജെപിക്കാരോട് ചോദിക്കാനുള്ളത്. കാട്ടാക്കട പട്ടണത്തിൽ മേൽപ്പാലം വേണം.
എന്നാണ് BJPയുടെ അഭിപ്രായം ശരി, എന്ന് പറയാനുള്ള ധൈര്യം yes. BJP പ്രതിനിധിക്കുണ്ടോ? എരുത്താവൂർ ചന്ദ്രൻ മൈക്ക് കൈമാറുന്നു. യെസ്, ആ, ഓക്കെ ഓക്കെ. കേക്കട്ടെ, വ്യാപാരി വ്യവസായം കേക്കട്ടെ, പറയൂ നിങ്ങൾ. അല്ല, ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. കാട്ടാക്കടയിലെ 10 പേര് കൊടി പിടിച്ചു കഴിഞ്ഞാൽ വ്യാപാരി നിങ്ങൾ പുറകോട്ട് പോവോ? ഇവിടെ 10 പേര് കൊടി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ 10 പേര് അസന്തുഷ്ടി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പുറകോട്ട് പോവോ? വ്യവസായികൾ കേൾക്കട്ടെ. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു വികസന പദ്ധതി മുന്നോട്ട് വെക്കുന്നു, 10 പേര് പറയുന്നു ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല, അപ്പൊ അത് ഉപേക്ഷിച്ച് പോവോ? അതാണോ വികസനം? ഓക്കെ അല്ലേ? 10 പേരല്ല 10 100 100 പേരായി കഴിഞ്ഞാലും അതിനാണ് പറയുന്നത് ഇച്ഛാശക്തി വേണമെന്ന് പറയുന്നത്. അതിനാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കണം. അല്ല, എതിർപ്പുണ്ടാവും, സ്വാഭാവികമാണ്. ഒരു നാട്ടിൽ ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോ അതിലുൾപ്പെട്ട നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് പരിഗണിച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയം, കാട്ടാക്കട MLA-യുടെ നയം. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വ്യാപാരി വ്യവസായികളുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മേൽപ്പാലം എന്ന പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചു. അത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിന് പകരം വ്യാപാരി വ്യവസായികൾ നിങ്ങളോട് അടഞ്ഞ അധ്യായമാണ്.